രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. അഷ്ടപതി പഠിക്കാൻ കാത്തിരിക്കുന്ന, അഷ്ടപതി കേൾക്കാൻ കാത്തിരിക്കുന്ന പുണ്യാത്മാക്കളെ, രാധേ രാധേ എന്ന ചാനൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അഷ്ടപതി ക്ലാസ് നമ്മൾ തുടങ്ങുകയാണ്. ഇത് ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള അഷ്ടപതി ക്ലാസ് പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുകൂടാതെ ഈ നമ്മുടെ രാധേ രാധേ ചാനലിൽ എന്തൊക്കെയുണ്ട്? കൃഷ്ണൻ്റെ രാധയുടെ ജീവിത കഥ ഇതാ 69 എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുന്നു, പ്ലേലിസ്റ്റിലുണ്ട്. അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്. അതുകൂടാതെ ഞാൻ എങ്ങനെ രാധാഭക്തനായി, ഉറപ്പായിട്ടും അത് കേട്ടിരിക്കണം. ഞാൻ എങ്ങനെ രാധാഭക്തനായി, പ്രണയം വിജയിക്കാൻ വശ്യമന്ത്രമൊക്കെ ഉൾപ്പെടെയുന്നുണ്ട്. അത് പക്ഷേ പ്രണയിനികളെക്കാൾ കൂടുതൽ കാണേണ്ടത് പെൺമക്കളുള്ള അച്ഛനും അമ്മമാരും. പ്രത്യേകിച്ചും നിങ്ങളുടെ പെൺമക്കൾ ദൂരെ പഠിക്കുന്നെങ്കിൽ നിങ്ങളത് കണ്ടിരിക്കണം. പിന്നെ ഒരിടത്തൊരച്ഛനുണ്ടായിരുന്നു കരളരിയിക്കുന്ന കഥ, അത് കേൾക്കണം. അതുപോലത്തെ അനുഭവമുണ്ടെങ്കിൽ എന്നോട് പറയണം. പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ, ഹിന്ദുക്കൾ ഇത് അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് ഉത്തരം മുട്ടുന്ന ചോദ്യമാണ് ശിവലിംഗം, ഗണപതി. ചൊണയായിട്ട് മറുപടി പറയാൻ പറ്റും അത് കേട്ടാൽ. പിന്നെ ഓരോ ഹിന്ദുവും അഷ്ടാവക്ര ഗീത അതെൻ്റെ മാസ്റ്റർ പീസാണ്. അഷ്ടാവക്ര ഗീത പ്ലേലിസ്റ്റിലുണ്ട്, നിശ്ചയമായും നിങ്ങളത് കേൾക്കണം. ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്, അത് 8 എപ്പിസോഡ് ഇട്ടിട്ടുണ്ട്. നിങ്ങളിപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, മനസ്സിലായില്ലേ, കൊട്ടാരക്കര, എറണാകുളമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനുണ്ട്, വന്നു പോയി പഠിക്കാം. പിന്നെ വടകര, കാസർഗോഡ്, തൃശ്ശൂരൊക്കെ ഉള്ളവർ ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് പഠിക്കുന്നുണ്ട്, താമസ സൗകര്യങ്ങളുണ്ട്. ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ യൂട്യൂബിലെ വീഡിയോ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ആശ്രയിച്ചാൽ മതി. അങ്ങനെ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ചാനലിൽ ഉള്ളത്. അപ്പം നമ്മൾ ഇന്ന് അഷ്ടപതിയിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 രാധേ
ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാറാണി കീ. പറഞ്ഞോ കൂടെ, ജയ്. എൻ്റെ മാതാവും നിങ്ങളുടെ മാതാവുമായ രാധാറാണിക്ക് പറഞ്ഞോ, ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തന്ന് എന്നെ സർവ്വപാപങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മാക്ക് ജയ്. അഷ്ടപതി കാണുന്ന സകലരെയും വന്ന് അനുഗ്രഹിക്കുന്ന രാധാറാണി അമ്മാക്ക് ജയ്. ഇന്ന് 8ാമത്തെ അധ്യായമാണ്. ഈ 8ാമത്തെ അധ്യായം നമുക്ക് പാടിത്തരുന്നത് തൃശ്ശൂരുള്ള രാധികയാണ്. രാധിക ഇതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പാടി തന്നിട്ടുണ്ട്. രാധിക അതിമനോഹരമായി പാടുന്ന ആളാണ്. കൃഷ്ണൻ്റെയും രാധാറാണി അമ്മയുടെയും അനുഗ്രഹം ലഭിച്ച പുണ്യവതിയാണ്, ഭാഗ്യവതിയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ രാധിക. അങ്ങനെ രാധികയ്ക്ക് താങ്ക്സ്. ഞങ്ങൾക്ക് ഇത് അയച്ചു വന്നതിന് താങ്ക്സ്. ഈ രാധിക എന്ന് പറയുന്നത് രാധാറാണി അമ്മയുടെയും കൃഷ്ണൻ്റെയും കഠിന ഭക്തയാണ്. അവരുടെ അനുഗ്രഹം നേടിയിട്ടുള്ള ആളാണ് ആരെന്ന് പറയുന്നത് രാധിക. നമ്മുടെ സബ്സ്ക്രൈബറാണ്. രാധേ രാധേ എന്ന ചാനലിൻ്റെ പുരോഗതിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത് രാധിക. രാധികയുടെ വീട്ടിൽ ഞാൻ പോയി രാധികയെ കണ്ടിട്ടുണ്ട്. ഞാൻ ഗുരുവായൂർ പോകുന്ന അവസരത്തിൽ രാധികയുടെ വീട്ടിൽ പോയി രാധികയെ കണ്ടിട്ടുണ്ട്. ആ രാധികയാണ് ഇന്ന് നമുക്ക് അഷ്ടപതി പാടിത്തരുന്നത്. ആ രാധിക അതിമനോഹരമായി പാടുന്നത് നിങ്ങൾ കേട്ടോളൂ. യമുനാ തീര വാനീര നികുഞ്ചേ മന്ദമാസ്തിതം പ്രാഹ പ്രേമഭരോദ്ഭ്രാന്തം മാധവം രാധികാ സഖി. അപ്പം നമുക്ക് തുടങ്ങാം. ഞാൻ ആ ശ്ലോകം വായിക്കാട്ടോ. യമുനാ തീര വാനീര നികുഞ്ചേ മന്ദമാസ്ഥിതം പ്രാഗ പ്രേമ ഭരോദ്ഭ്രാന്തം മാധവം രാധികാ സഖി. ശ്രദ്ധിച്ചോട്ടോണേ, യമുനാ തീര, യമുനയുടെ തീരത്തുള്ള. അർത്ഥം എഴുതിക്കോളണേ, വാനീരം, വാനീരം സമം ആറ്റുവഞ്ചി. അർത്ഥം എഴുതി വെച്ചോളണം, വാനീരം സമം ആറ്റുവഞ്ചി. നികുഞ്ചേ, നികുഞ്ചം അർത്ഥം എഴുത് സമം വള്ളിക്കുടിൽ. നികുഞ്ചം സമം വള്ളിക്കുടിൽ. മന്ദമാസ്ഥിതം, ആസ്ഥിതം ഇരിക്കുന്നവൻ. മന്ദം പതുക്കെ, മന്ദം പതുക്കെ. ആസ്ഥിതം, ആസ്ഥിതം അർത്ഥം എഴുതി വെച്ചോ ഇരിക്കുന്നവൻ. മന്ദമാസ്ഥിതം പ്രാഹ, പ്രാഹ പറഞ്ഞു, ആ ഇരിക്കുന്നവൻ പറഞ്ഞു. എന്താണ്? പ്രേമ പരോത്ഭ്രാന്തം. പ്രേമ പരോത്ഭ്രാന്തം എന്ന് പറഞ്ഞാൽ അത്യധികമായ പ്രേമത്താൽ നിശ്ചലനായി എന്നാണ് അർത്ഥം. ഭയങ്കരമായ പ്രേമത്താൽ നിശ്ചലനായി, അർത്ഥം അതാണ്. അനങ്ങാൻ വയ്യാതെ. മനസ്സിലായില്ലേ? അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രേമ പരോത്ഭ്രാന്തം മാധവം. മാധവൻ അറിയാല്ലേ? ശ്രീകൃഷ്ണൻ. രാധികാ സഖി. കണ്ടോ, ഇത് റോഡ് സൈഡാണ്, റോഡ് സൈഡിലാണ്. അപ്പോൾ റോഡിൽ കൂടെ ആംബുലൻസ് വന്ന സൗണ്ടാണ്. രാധികാ സഖി, രാധികയുടെ കൂട്ടുകാരി. അപ്പോൾ ഒന്നും കൂടെ നോക്കിയത്, യമുനാ തീരെ, യമുനയുടെ തീരത്തുള്ള വാനീര ആറ്റുവഞ്ചി നികുഞ്ചേ വള്ളിക്കുടിലിൽ മന്ദമാസ്ഥിതം പതുക്കെ വന്നിരിക്കുകയാണ്. പ്രാഹ, മനസ്സിലായില്ലേ? പ്രാഹ ഇത് പറഞ്ഞു. പ്രേമ പരോദ്ഭ്രാന്തം മാധവം രാധികാ സഖി. പ്രേമം കൊണ്ട് നിശ്ചലനായിരിക്കുന്നവനോട് രാധയുടെ സഖി വന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ മൊത്തത്തിലൊന്ന് പറഞ്ഞു തരാം. യമുനാ നദിയുടെ തീരത്തെ, മനസ്സിലായില്ലേ? യമുനാ നദിയുടെ തീരത്തെ വള്ളിക്കുടിലിൽ, അതായത് ആറ്റുവഞ്ചി പടർപ്പ്, അതിനെയാണ് നമ്മൾ പറയുന്നത്. അതിനെയാണ് വാനീരം. അപ്പോൾ യമുനാ നദിയുടെ തീരത്തെ വള്ളിക്കുടിലിൽ അല്ലെങ്കിൽ ആറ്റുവഞ്ചി പടർപ്പിൽ ഭയങ്കരമായ പ്രണയത്താൽ മറ്റൊന്നും ആലോചിക്കാതെയും ഒരു ഉത്സാഹവുമില്ലാത്തവനായും ഇരിക്കുന്ന ശ്രീകൃഷ്ണനോട്
രാധാദേവിയുടെ സഖി പറയുന്നു. ഇത്രയുമാണ് ആ ശ്ലോകത്തിൻ്റെ ആശയം. മനസ്സിലായില്ലേ? പക്ഷേ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, പറയാം. അതായത് കൃഷ്ണൻ രാധാറാണിയെ കാണാതെ ആകെ വിഷമിച്ചു. മനസ്സിലായില്ലേ? അതായത് താൻ ഗോപികമാരോടൊത്ത് നൃത്തം ചവിട്ടി അവരെ രമിപ്പിക്കുന്നത് കണ്ടപ്പം രാധാജിക്ക് കോപം വന്നു. അങ്ങനെ കോപം പൂണ്ടാണ് രാധാറാണി പോയത്. അപ്പം രാധാറാണി കോപം പൂണ്ടാണ് പോയത്. ഈ ചിന്ത കൃഷ്ണനിൽ ഭയങ്കരമായ ആദി ഉണ്ടാക്കി. അപ്പം ഇനി രാധ എന്നോട് ഒരിക്കലും അടുക്കത്തില്ലേ, ഇനി രാധ എന്നോട് ഒരിക്കലും മിണ്ടില്ലേ, എന്നേക്കുമായിട്ട് അവൾ വിട്ടുപോയോ എന്നിങ്ങനെ കൃഷ്ണൻ വല്ലാതെ ഭയപ്പെട്ടു പോയി. തന്നെയുമല്ല, താൻ രാധാറാണിയോട് അപരാധം ചെയ്തു എന്ന ഒരു തോന്നൽ പോലും കൃഷ്ണനുണ്ടായി. മനസ്സിലായില്ലേ? ഇതൊന്ന് പോട്ടെ, ആംബുലൻസ് അപ്പോൾ താൻ രാധാറാണിയോട് തെറ്റ് ചെയ്തു എന്ന ഒരു തോന്നലും കൃഷ്ണനുണ്ടായി. അപ്പോൾ കൃഷ്ണൻ അങ്ങ് ആകപ്പാടെ വിഷമിച്ച് യമുനാ നദിയുടെ തീരത്തുള്ള വള്ളിക്കുടിലി വന്നിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കൃഷ്ണൻ. അപ്പോൾ കൃഷ്ണൻ ഇപ്പം അനുഭവിക്കുന്ന വേദന പ്രണയം കൊണ്ടുള്ള വേദനയാണ്. അതിൻ്റെ പിടച്ചിലാണ് കൃഷ്ണന്. പിന്നെ കൃഷ്ണന് കുറ്റബോധവുമുണ്ട്. ഇത്രയും സുന്ദരിയായ രാധ തൻ്റെ കയ്യിലുള്ളപ്പോൾ ആ രാധാറാണിയുടെ പകുതി പോലും സൗന്ദര്യമില്ലാത്ത ഈ ഗോപികമാരോടൊത്ത് നൃത്തം ചവിട്ടി അവരെ രമിപ്പിക്കാൻ പോകേണ്ട ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു. അത് രാധ കാണുകയും ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിപ്പാത്രമാണ് ഇപ്പം കിട്ടിയത്. പക്ഷേ അതിനു വേണ്ടി താൻ നഷ്ടപ്പെടുത്തിയത് രത്നക്കല്ലാണ്. രത്നക്കല്ല് തൻ്റെ കയ്യിലിരിക്കുമ്പോൾ ചെമ്പ് പാത്രം തേടി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നോർത്ത് വല്ലാതെ കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? വിഷമിക്കുന്നു. അപ്പോൾ ഇത് കൃഷ്ണൻ്റെ മാത്രം അവസ്ഥയല്ല. ഈ സമയത്ത് രാധാറാണിയും ഇതേ മാനസികാവസ്ഥയിലാണ്. രാധാറാണിയും കൃഷ്ണനെ പിരിഞ്ഞിരിക്കുകയാണ്. പക്ഷേ രാധാറാണിക്ക് കൃഷ്ണനെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. രാധാറാണി കൃഷ്ണൻ മറ്റു ഗോപികമാരുമായി നൃത്തം ചവിട്ടുന്നത് കണ്ടപ്പോൾ വല്ലാതെ കോപിച്ചിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി. പക്ഷേ ഇപ്പം രാധാറാണിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് കൃഷ്ണൻ വിട്ടുപോകുമോ? ഇവിടുത്തെ ചിന്ത മനസ്സിലായ? കൃഷ്ണൻ വിചാരിക്കുന്നത് ഞാൻ തെറ്റ് ചെയ്തതുകൊണ്ട് രാധ എന്നെ വിട്ടുപോകുമോ? രാധാജി വിചാരിക്കുന്നത് ഞാനിങ്ങനെ കോപിച്ചു പോയതുകൊണ്ട് കൃഷ്ണൻ ഇനി എൻ്റെ അടുക്കൽ വരാതിരിക്കുമോ? എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ എന്താണ് പറ്റില്ല. കൃഷ്ണൻ തന്നെ വിട്ടുപോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആർക്ക് വയ്യ? രാധാജിക്ക് വയ്യ. അതോടുകൂടി സാക്ഷാൽ ശ്രീകൃഷ്ണൻ്റെ അവസ്ഥയേക്കാൾ വളരെ പരിതാപകരമായി മാറി നമ്മുടെ രാധാറാണിയുടെ അവസ്ഥ. മനസ്സിലായില്ലേ? അങ്ങനെ വിരഹവേദന രാധാറാണി ഭയങ്കരമായിട്ട് അനുഭവിക്കുകയാണ്. വിരഹവേദന അനുഭവിക്കുന്ന രാധാറാണി നെടുവേർപ്പെടുന്നു, കരയുന്നു, അസ്വസ്ഥയായി നടക്കുന്നു. മനസ്സിലായ? ഇതൊക്കെ ആര് കാണുന്നുണ്ട്? രാധാറാണിയുടെ തോഴി കാണുന്നുണ്ട്. രാധാറാണി ഒരിടത്ത് ചെന്നിരിക്കുന്നു, നെടുവീർപ്പെടുന്നു, കൈകൾ കൂട്ടിത്തിരുമുന്നു, കണ്ണുനീരൊഴിക്കുന്നു, അസ്വസ്ഥയായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, കൃഷ്ണൻ്റെ പേര് പറഞ്ഞ് വിലപിക്കുന്നു. ഇതൊക്കെ രാധയുടെ തോഴി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം രാധാറാണിയുടെ തോഴിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി. അപ്പം രാധാറാണിയുടെ തോഴി ചെന്ന് രാധാറാണിയെ ആശ്വസിപ്പിച്ചതിന് ശേഷം രാധാറാണിയോട് പറഞ്ഞു, വിഷമിക്കണ്ട കേട്ടോ, ഞാൻ പോയി കൃഷ്ണൻ എവിടെ ഉണ്ടെങ്കിലും കൂട്ടിക്കൊണ്ടുവരാം. അങ്ങനെ രാധാറാണിയെ സമീപിച്ചിട്ട് രാധാറാണിയുടെ ഏറ്റവും അടുത്ത തോഴി രാധാറാണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വിവരിച്ച് കൃഷ്ണനെ രാധാറാണിയുടെ അടുക്കലേക്ക് എത്തിക്കാൻ വേണ്ടി തേടി നടന്നു. അങ്ങനെ തേടി നടന്നപ്പോഴാണ് യമുനാ നദിയുടെ തീരത്തുള്ള വള്ളിക്കുടിലിൽ കൃഷ്ണൻ വിഷമിച്ചിരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഇവിടെ രാധാറാണി തൻ്റെ സഖിയോട് എനിക്ക് കൃഷ്ണനെ കാണാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് വിലപിച്ചപ്പോൾ
ആ തോഴിക്ക് ഭയങ്കര വിഷമം വന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഉത്തമയായ തോഴി അങ്ങനെയാണ്. തൻ്റെ യജമാനത്തിക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ എന്താണ്, ആ തോഴിക്കും ഒരു കാരണവശാലും സഹിക്കാൻ പറ്റത്തില്ല. അവരുടെയും കണ്ണുകൾ എന്ത് പറയും, നിറഞ്ഞു പോകും. അങ്ങനെയാണ് ഈ തോഴി രാധാറാണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് കൃഷ്ണനെ തേടി വരിക. രാധാജിയുടെ അടുത്ത് പറഞ്ഞു, സമാധാനമായിട്ടിരിക്ക്, ഞാൻ എവിടെ ഉണ്ടെങ്കിലും കൃഷ്ണനെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. അങ്ങനെ വന്നപ്പോഴാണ് കൃഷ്ണൻ ഇരിക്കുന്ന നികുഞ്ചം കണ്ടത്. ആ നികുഞ്ചത്തിൻ്റെ പേര് സത്യത്തിൽ ഈ ബുക്കിൽ കൊടുത്തിട്ടില്ല, അഷ്ടപതി ബുക്കിൽ അത് കൊടുത്തിട്ടില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ പേര് വേദസി നികുഞ്ചം. ആ വേദസി നികുഞ്ചത്തിൽ, യമുനയുടെ തീരത്തുള്ള വേദസി നികുഞ്ചത്തിൽ കൃഷ്ണൻ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ തോഴി നോക്കിയപ്പോൾ കൃഷ്ണനും പ്രണയം കൊണ്ട് സമനില തെറ്റിയിരിക്കുകയാണ്. രാധാറാണി തന്നെ വിട്ടുപോകും എന്ന് കരുതി ആകപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് രാധാറാണിയുടെ തോഴി കൃഷ്ണന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ഇനി രാധാറാണിയുടെ അവസ്ഥ അടുത്ത ശ്ലോകം മുതൽ വിവരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. രാധാറാണിയുടെ വിഷമം കണ്ട് മനസ്സലിഞ്ഞ രാധാറാണിയുടെ തോഴി കൃഷ്ണനെ തേടി വരികയും കൃഷ്ണൻ യമുനയുടെ തീരത്തുള്ള വള്ളിക്കുടിലിൽ, അതായത് വേദസി നികുഞ്ചം, അവിടെ ഇരിക്കുന്നത് കാണുകയും അങ്ങനെ ഇരിക്കുന്ന കൃഷ്ണനോട് രാധാറാണിയുടെ അവസ്ഥ വിവരിക്കാൻ വരികയും ചെയ്തു. ഇത്രയുമാണ് നമ്മൾ പഠിച്ച ശ്ലോകത്തിലെ അർത്ഥം. ഇനി അടുത്ത ശ്ലോകം തൊട്ട് ഈ തോഴി രാധാറാണിയുടെ അവസ്ഥ എന്താണ് എന്ന് കൃഷ്ണനോട് പറയുന്നതാണ് അടുത്തത്. ഇവിടെ നമ്മുടെ കടുത്ത രാധാഭക്തനായ രൂപ ഗോസ്വാമിയുണ്ട്. ആ രൂപ ഗോസ്വാമി പറയുന്നുണ്ട്, ഒരു നല്ല സന്ദേശവാഹകയെ അദ്ദേഹം ആപ്ത അമിതാർത്ഥ ദൂതി എന്നാണ് വിളിക്കുന്നത്. രൂപ ഗോസ്വാമി, കഠിന രാധാഭക്തിയായ രൂപ ഗോസ്വാമി നല്ല ദൂതിയെ, നല്ല കൂട്ടുകാരിയെ ആപ്ത അമിതാർത്ഥ ദൂതി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ള ദൂതുമായി വരുന്ന തോഴികൾ ഭയങ്കര സ്നേഹമുള്ളവരായിരിക്കും, നല്ല വാക്സാമർഥ്യമുള്ളവരായിരിക്കും. തൻ്റെ യജമാനത്തിയുടെ 1-2 വാചകങ്ങൾ കേട്ടാൽ മതി, അപ്പം തന്നെ യജമാനത്തിയുടെ മാനസികാവസ്ഥ യജമാനത്തി പറയാതെ തന്നെ മനസ്സിലാക്കുന്നവരായിരിക്കും. ഇവരങ്ങേയറ്റത്തെ വിശ്വസ്തരായിരിക്കും. തൻ്റെ യജമാനത്തിക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാണ്. ജീവൻ കൊടുത്തും അവരുടെ ആഗ്രഹം സാധിക്കും. അങ്ങനെയുള്ള തോഴിമാരെയാണ് ആപ്ത അമിതാർത്ഥ ദൂതി എന്ന് വിളിക്കുന്നത്. രാധാറാണിയുടെ തോഴിയും ആരാണ്? ആപ്ത അമിതാർത്ഥ ദൂതിയാണെന്ന് പറഞ്ഞ രാധാജിയുടെ വിശ്വസ്തയാണ്. രാധാജിയുടെ മുഖം വാടിയാൽ അതിൻ്റെ കാരണം മനസ്സിലാകും. 1-2 വാക്കുകൾ പറഞ്ഞാൽ ബാക്കി രാധാജി പറയാതെ തന്നെ മനസ്സിലാക്കും. രാധാറാണിയുടെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കാൻ സ്വന്തം ജീവൻ പോലും കളയാൻ തയ്യാറായിട്ടുള്ള തോഴിയാണിത്. ഇത്രയുമാണ് ആദ്യത്തതി പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. യമുനാ തീരവാനീര നികുഞ്ചേ, യമുനയുടെ തീരത്തുള്ള വള്ളിക്കുടിലിൽ, മന്ദം പതുക്കെ, ആസ്ഥിതം പതുക്കെ അവിടെ വന്ന് കൃഷ്ണൻ ഇരുന്നു. പ്രാഹ പറഞ്ഞു. ഇനി പറയുന്നത് കൃഷ്ണനല്ല, അങ്ങനെ ഇരിക്കുന്ന കൃഷ്ണന്റെ അടുക്കലേക്ക് രാധയുടെ തോഴി വന്നിട്ട് പറഞ്ഞു എന്ന്. പ്രാഹ പറഞ്ഞു. പ്രേമ ഭരോത്പ്രാന്തം, ആര് പറഞ്ഞു? അത്യധികമായ പ്രേമത്താൽ നിശ്ചലനായിരിക്കുന്ന മാധവനോട് പറഞ്ഞു. അത്യധികമായ പ്രണയത്താൽ നിശ്ചലനായിരിക്കുന്ന മാധവനോട് പ്രാഹ പറഞ്ഞു. ആര് പറഞ്ഞു? രാധികാസഖി, രാധാറാണിയുടെ തോഴി പറഞ്ഞു. ഇതാണ് ഈ ശ്ലോകം. ഒരിക്കൽ കൂടി നമ്മുടെ രാധിക ഇത് ചൊല്ലിത്തരും, എന്നിട്ട് അടുത്ത ശ്ലോകവും ചൊല്ലിത്തരും. അതിനുശേഷം ഞാൻ അതും നിങ്ങളെ പഠിപ്പിച്ച് തരുന്നതാണ്. അപ്പോൾ ഈ ശ്ലോകം നമ്മുടെ രാധിക നല്ല അതിമനോഹരമായി തൃശ്ശൂരുള്ള രാധിക പാടുന്നത് കേട്ടോളൂ. രാധാറാണിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ് ഈ രാധിക. കൊള്ളാം. രാധികയെ ബെർസാനയും ഒക്കെ പോയി ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പിന്നെ ആകട്ടെ, രാധാറാണിക്കും കൃഷ്ണനും
പ്രിയപ്പെട്ട ആളാണ്. നമുക്ക് ഈ പാട്ട് പാടിത്തരുന്ന രാധിക എന്ന് മാത്രം ഇപ്പം മനസ്സിലാക്കിയാൽ മതി. യമുനാ തീര വാനീര നികുഞ്ചേ മന്ദമാസ്തിതം പ്രാഹ പ്രേമഭരോദ്ഭ്രാന്തം മാധവം രാധികാ സഖി. നിന്ദിതി ചന്ദന ഇന്ദുകിരണമനു വിന്ദതി ഖേദമധീരം വ്യാളനിലയ മിളനേന ഗരളമിവ കലയതി മലയസമീരം സാവിരഹേ തവ ദീന മാധവാ മനസിജ വിശിഖഭയാദിവ ഭാവനയാ ത്വയിലീന. അപ്പോൾ നമ്മുടെ രാധിക മനോഹരമായി ഇത് പാടിത്തന്നത് കേട്ടല്ലോ. രാധാറാണിയുടെയും കൃഷ്ണൻ്റെയും വളരെ പ്രിയപുത്രിയാണ് ആരെന്ന് പറയുന്നത് രാധിക. മനസ്സിലായില്ലേ? ഈ അഷ്ടപതി പാടിത്തന്ന രാധിക. അപ്പോൾ ആ രാധിക നിങ്ങൾക്കത് പാടിയത് കേട്ടില്ലേ? ഇനി അതിനെ ഞാൻ ഒന്ന് വിവരിച്ചു തരാം. നിങ്ങൾ കേട്ടോ ആദ്യം. നിന്ദതി ചന്ദന ഇന്ദുകിരണ അനുവിന്ദതി ഖേദമധീരം വ്യാളനിലയ മിളനേന ഗരളമിവ കലയതി മലയസമീരം സാവിരഹേ തവ ദീന മാധവ മനസിജ വിശിഖ ഭയാദിവ ഭാവനയാ ത്വയിലീന. അർത്ഥം എഴുതിക്കോ. നിന്ദതി, നിന്ദതി സമം നിന്ദിക്കുക, നിന്ദിക്കുക. ഇന്ദു കിരണം, ഇന്ദു ചന്ദ്രൻ, കിരണം രശ്മി. അപ്പൊ ഇന്ദു കിരണം ചന്ദ്രന്റെ രശ്മി എന്നാണ് അർത്ഥം, ചന്ദ്രന്റെ രശ്മി. അനുവിന്ദതി, അനുവിന്ദതി അർത്ഥം എഴുതിക്കോ. അനുഭവ പരിചയം, അനുവിന്ദതി അനുഭവ പരിചയം. ഖേദം, ഖേദം വിഷമം അസ്വസ്ഥത എന്നൊക്കെ അർത്ഥമുണ്ട്. വിഷമം അസ്വസ്ഥത. അധീരം ധൈര്യം പോയി, ധീരത പോയി. വ്യാളനിലയം അർത്ഥം എഴുത്. വ്യാളം സർപ്പം. അപ്പോൾ വ്യാളനിലയം സർപ്പങ്ങളുടെ വാസസ്ഥലം, സർപ്പങ്ങൾ താമസിക്കുന്ന സ്ഥലം. മിളനം, മിളനം കൂടിച്ചേരൽ, മിളനം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരൽ. ഗരളം, ഗരളം വിഷം. മലയസമീരം, മലയ പർവ്വതത്തിൽ നിന്ന് വരുന്ന കാറ്റ്. മലയസമീരം, മലയ പർവ്വതത്തിൽ നിന്ന് വരുന്ന കാറ്റ്. സാ അർദ്ധം എഴുത് അവൾ, സാ അവൾ. മനസിജൻ, മനസിജൻ കാമദേവൻ, കാമദേവൻ. വിശിഖം അർദ്ധം എഴുത് അസ്ത്രം, അസ്ത്രം. ലീന അർദ്ധം എഴുത് ലയിച്ചു ചേർന്ന, ലയിച്ചു ചേർന്ന. ഇത് ഞാൻ വായിച്ചു തരാം. നിന്ദതി നിന്ദിക്കുകയാണ്. ചന്ദനം, ചന്ദനത്തെ നിന്ദിക്കുകയാണ് രാധാജി. സാധാരണ ചന്ദനത്തെ എല്ലാവരും വന്ദിക്കുകയില്ലേ, ഇവിടെ രാധാജി നിന്ദിക്കുന്നു. അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഇത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു തരാം. ചന്ദനം, ഇന്ദുകിരണം, ഇന്ദുകിരണം ചന്ദ്രന്റെ കിരണങ്ങള്. അനുവിന്ദതി ഖേദമധീരം, അനുവിന്ദതി അനുഭവിക്കുമ്പോൾ, ചന്ദ്രന്റെ കിരണങ്ങൾ അങ്ങോട്ട് ഏറ്റു കഴിയുമ്പോൾ ഖേദം വിഷമം വരുന്നു. അധീരം ധൈര്യം പോയിട്ട് രാധാറാണിക്ക് വിഷമം വരുന്നു. ഇവിടെ തോഴി രാധാറാണിയുടെ അവസ്ഥ പറഞ്ഞു കൊടുക്കുകയാണ്. രാധാറാണി ചന്ദനത്തെ നിന്ദിക്കുന്നു. ചന്ദ്രന്റെ കിരണങ്ങൾ ഏറ്റു കഴിയുമ്പോൾ രാധാറാണിക്ക് ധൈര്യം നഷ്ടപ്പെട്ടിട്ട് വിഷമവും അസ്വസ്ഥതയും വരുന്നു. വ്യാളനിലയം സർപ്പങ്ങൾ താമസിക്കുന്ന
മനസ്സിലായില്ലേ? ഇളനേന കൂടിച്ചേർന്ന ഗരളമിവ കലയതി, ഗരളമിവ കലയതി വിഷം പറ്റിയ മലയ സമീരം, മലയ പർവ്വതത്തിൽ നിന്ന് കാറ്റ് വരുന്നു. ആ കാറ്റെന്ന് പറയുന്നത് ചന്ദനമരമുണ്ട്, ചന്ദനമരത്തിൽ തട്ടിയാണ് വരുന്നത്. ആ ചന്ദനമരത്തിലാണ് വിഷസർപ്പങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ചന്ദനമരത്തിൽ തട്ടി വരുന്ന മലയപർവ്വതത്തിലെ കാറ്റ് രാധാറാണിക്ക് വിഷം പോലെ അനുഭവപ്പെടുന്നു. സാ വിരഹേ, വിരഹ ദുഃഖത്താൽ അവൾ തവദീനാ മാധവ, മനസ്സിലായില്ലേ? വിരഹ ദുഃഖത്താൽ രാധാറാണി തളർന്നു. മനസ്സിജ വിശക, കാമദേവന്റെ അമ്പുകൾ ഏൽക്കുമെന്ന് ഭയാദിവ, ഭയന്ന് ഭാവനയാ, ഭാവനയിൽ ധ്യാനത്തിൽ തുയിലീന, അവൾ നിന്നിൽ ലയിക്കുന്നു. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ഞാൻ ഇതിൻ്റെ കാര്യം പറഞ്ഞു തരാം. അപ്പം രാധാറാണിയുടെ തോഴി കൃഷ്ണൻ്റെ അടുക്കൽ വന്ന് കൃഷ്ണനെ പിരിഞ്ഞിരിക്കുന്ന രാധാറാണിയുടെ അവസ്ഥ വിവരിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, കൃഷ്ണ, വിരഹം കൊണ്ട് രാധാറാണി തളർന്നു പോയി. കാമശരങ്ങൾ ഏൽക്കുമെന്ന ഭയത്താൽ അങ്ങയിൽ തന്നെ മനസ്സർപ്പിച്ചിരിക്കുന്നു. രാധാജി ചന്ദനത്തെ നിന്ദിക്കുകയും ചന്ദ്രരശ്മികളെ കൊണ്ട് ദുഃഖം അനുഭവിക്കുകയും ചെയ്യുന്നു. മലയ പർവ്വതത്തിൽ നിന്നും വരുന്ന കാറ്റ് സർപ്പങ്ങളുള്ള ചന്ദനമരങ്ങളെ തഴുകി വരുന്നതിനാൽ വിഷം പോലെ തോന്നുന്നു. അതായത് ശ്രദ്ധിച്ചു കേട്ടോളണം, ഇവിടെ ഇനി ഞാൻ വിശദമാക്കി തരാം. ഇവിടെ പറയുന്നത് രാധാറാണി ചന്ദനത്തെ നിന്ദിക്കുന്നു. മനസ്സിലായില്ലേ? ചന്ദനത്തെ നിന്ദിക്കുന്നു. ചന്ദ്രന്റെ കിരണങ്ങളേക്കുമ്പോൾ സന്തോഷം വരേണ്ടതിന് പകരം ദുഃഖിക്കുന്നു. എന്താ കാരണം? കാമുകനെ പിരിഞ്ഞിരിക്കുന്ന കാമുകിക്കോ അല്ലെങ്കിൽ കാമുകിയെ പിരിഞ്ഞിരിക്കുന്ന കാമുകനോ കുളിര് നൽകുന്ന ഏതു വസ്തുവും വിരഹവേദന വർദ്ധിക്കും. അതവർക്ക് സഹിക്കാൻ പറ്റില്ല. അവർ വിഷം പോലെ അകറ്റും, അല്ലെങ്കിൽ വിഷമേറ്റതുപോലെ പൊളയും. അപ്പോൾ കുളിര് നൽകുന്ന സാധനമാണ് ചന്ദനം. സൂര്യൻ്റെ കിരണം, അതായത് പൂനിലാവ്, കാറ്റ്, ഇതൊക്കെ എന്താണ്? കുളിര് നൽകുന്നതാണ്. ആ കുളിര്, അപ്പം നമ്മുടെ ശരീരത്ത് കുളിര് വരുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ പ്രണയിനെ അടുത്തുണ്ടായിരുന്നെങ്കിൽ അവളെ ആലിംഗനം ചെയ്ത് ആ ശരീരത്തിൻ്റെ ചൂടിൽ നമ്മുടെ തണുപ്പ് മാറ്റാമല്ലോ എന്ന ചിന്ത വരും. അപ്പോൾ രാധാറാണിക്ക് ചന്ദനം അങ്ങോട്ട് കണ്ടു കഴിയുമ്പോഴും നമ്മൾ ദേഹത്ത് ചന്ദനം പൂശും. ആ ചന്ദനം തേക്കുന്നതിൻ്റെ തണുപ്പും, മനസ്സിലായില്ലേ? പിന്നെ ഏതാണ്? ചന്ദ്രൻ്റെ പൂനിലാവും കാറ്റുമറ്റൊക്കെ ഏറ്റു കഴിയുമ്പോൾ രാധാറാണിയിൽ പ്രണയം കത്തിക്കാളുകയും ആ സമയത്ത് കൃഷ്ണൻ്റെ ആലിംഗനത്തിൽ ഈ തണുപ്പ് അകറ്റണമെന്ന് തോന്നുകയും ചെയ്യും. അപ്പോൾ വിരഹികൾക്കൊരിക്കലും ഏത് താങ്ങാൻ കഴിയില്ല? ഈ കുളിര് തരുന്ന ചന്ദനവും കാറ്റും പൂനിലാവും താങ്ങാൻ കഴിയില്ല. അത് വിരഹവേദന വർദ്ധിപ്പിക്കുകയേ ചെയ്യത്തുള്ളൂ. അതാണ് ഇവിടെ ചന്ദനത്തെ നിന്ദിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായ? നമ്മൾ പറയത്തില്ലേ, ഈ ചന്ദനം തേച്ച് ചന്ദനത്തിൻ്റെ തണുപ്പ് തട്ടുമ്പോൾ എനിക്കെൻ്റെ കാമുകൻ വന്ന് ആലിംഗനം ചെയ്ത് ആ ശരീരത്തിൻ്റെ ചൂടിൽ ലയിച്ചിരിക്കാൻ തോന്നുന്നു. ചന്ദനമേ, നിന്നെ തേച്ചതേ അബദ്ധമായി, എൻ്റെ വിരഹവേദന കൂടുകയാണ്. ഇതാണ് ഇവിടെ രാധാജി പറയുന്നത്. അപ്പോൾ ശരിക്കും രാധാജിയല്ല, രാധാജിയുടെ തോഴി. അപ്പോൾ രാധാജിയുടെ തോഴി കൃഷ്ണനോട് രാധാറാണിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. എല്ലാവരും വന്ദിക്കുന്ന ചന്ദനത്തെ രാധാറാണി നിന്ദിക്കുന്നു. അതിൻ്റെ കാരണം ചന്ദനത്തിൻ്റെ തണുപ്പ് രാധാറാണിയുടെ വിരഹവേദന വർദ്ധിപ്പിക്കുന്നു. കൃഷ്ണൻ്റെ സാന്നിധ്യം വേണമെന്നും കൃഷ്ണൻ ആലിംഗനം ചെയ്യണമെന്നും അങ്ങനെ രതിലീലയിൽ ഏർപ്പെടണമെന്നും തോന്നും. പക്ഷേ കൃഷ്ണൻ അടുത്തില്ല എന്ന് മാത്രവുമല്ല, പിണങ്ങിയുമിരിക്കുന്നു. അതുകൊണ്ട് ചന്ദനത്തെ ഞാനിപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ചന്ദ്രൻ്റെ രശ്മികൾ അതേറ്റു കഴിയുമ്പോൾ, ആ പൂനിലാവ് ഏറ്റു കഴിയുമ്പോൾ എന്നിലെ പ്രണയം പൂത്തുലയുന്നു.
എന്നിലെ പ്രണയിനി അടിമുടി പൂക്കുകയാണ്. അങ്ങനെ പൂത്തുലയുമ്പോൾ ഞാൻ അതുവരെ സംഭരിച്ചിരുന്ന ധൈര്യം മുഴുവനും രാധാറാണിക്ക് നഷ്ടപ്പെട്ടു. രാധാറാണി കൃഷ്ണനില്ലാത്തത് കൊണ്ട് ദുഃഖിതയായി. കൃഷ്ണനിൽ അലിഞ്ഞു ചേരാൻ രാധാറാണി ആഗ്രഹിക്കുന്നു. പക്ഷേ കൃഷ്ണൻ അടുത്തില്ലാത്ത സമയത്ത് എന്നിലിങ്ങനെ വിചാരങ്ങൾ ഉണ്ടാക്കി തരുന്ന ഈ മലയപർവ്വതത്തിലെ ഈ ചന്ദ്രന്റെ കിരണങ്ങളെയും എനിക്കിഷ്ടമല്ല. പിന്നെ അടുത്തത് ഏതാണ്? മലയപർവ്വതത്തിൽ നിന്നൊരു കാറ്റ് വരുന്നു. ആ കാറ്റ് എനിക്ക് സഹിക്കാൻ വയ്യ. സാധാരണഗതിയിൽ നമുക്ക് കാറ്റേൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ വരുന്നത്? നമ്മുടെ ദേഹത്ത് കാറ്റ് തട്ടുമ്പോൾ സാധാരണഗതിയിൽ നമുക്കെല്ലാവർക്കും ആഹ്ലാദം, നമുക്കെല്ലാവർക്കും സന്തോഷമാണ് കാറ്റ് തട്ടുമ്പോൾ ഉണ്ടാകുന്നത്. ഇവിടെ രാധാറാണിക്ക് നേരെ തിരിച്ചാണ്. രാധാറാണിക്ക് കാറ്റേൽക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം വേറൊന്നുമില്ല. കാറ്റ് തട്ടുമ്പോൾ തണുപ്പ് വരുമ്പോൾ വിരഹവേദന വർദ്ധിക്കും. അതിന് ജയദേവ കവി അതിമനോഹരമായ ഉപമ പറയുന്നു. ജയദേവ കവി പറയുകയാണ്, മലയപർവ്വതത്തിൽ നിന്ന് വരുന്ന കാറ്റാണ് രാധാറാണിക്ക് സഹിക്കാൻ പറ്റാത്തത്. കാരണം ആ കാറ്റെന്ന് പറയുന്നത് ചന്ദന മരങ്ങളിൽ തട്ടിയാണ് വരുന്നത്. ചന്ദന മരത്തിൽ സർപ്പം താമസിക്കുന്നുണ്ട്. അപ്പൊ സർപ്പം താമസിക്കുന്ന ചന്ദന മരത്തിൽ തട്ടി വരുന്നത് കൊണ്ട് ഈ കാറ്റ് വിഷക്കാറ്റാണെന്നാണ് പറയുന്നത്. ആ വിഷക്കാറ്റേറ്റ് കഴിയുന്നതോടു കൂടി എന്ത് സംഭവിക്കുന്നു? രാധാറാണിയുടെ ദേഹമാകെ പ്രണയമെന്ന വിഷം പടരുന്നു. പ്രണയം ഒരര വിഷമാണത്, മനസ്സിലായില്ലേ? അതുകൊണ്ടല്ലേ പ്രണയം വന്ന് നമ്മൾ മരിച്ചു പോകുന്നൊക്കെ പറയുന്നത്. എനിക്ക് താങ്ങാൻ വയ്യ. ആ പ്രണയ വിഷം വരുന്നു. അത് രാധാജിക്ക് സഹിക്കാൻ വയ്യ. കൃഷ്ണ, നിന്നോടുള്ള പ്രണയം കൊണ്ട് രാധാറാണി പരവശയാണ്. ഇന്ന് കൃഷ്ണ, രാധാറാണി ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് കാമദേവന്റെ അമ്പുകളാണ്. കാരണം കാമദേവന്റെ അമ്പുകൾ ഏറ്റേറ്റ് ഹൃദയം നിറയെ പ്രണയം കൊണ്ട് തിങ്ങി നിറഞ്ഞ് ഇനി താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് രാധാറാണി നിൽക്കുന്നത്. ഈ അമ്പേറ്റേറ്റ് രാധാജി തളർന്നുപോയി. അതുകൊണ്ട് കൃഷ്ണനിൽ ലയിച്ചു ചേർന്നതായിട്ട് സങ്കല്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ കാമദേവന്റെ അമ്പിനി ഏക്കാൻ വയ്യ. അതുകൊണ്ട് രാധാറാണി ധ്യാനാവസ്ഥയിലെത്തുന്നു. ആ ധ്യാനാവസ്ഥയിൽ കൃഷ്ണനുമായി ഒന്നിക്കുന്നതായി ഭാവിക്കുന്നു. അങ്ങനെ ഒരു പ്രണയത്തിൻ്റെ സമാധിയിലിരിക്കുന്നു. അങ്ങനെ പ്രണയം ആനന്ദിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാമദേവന്റെ അമ്പേക്കില്ലല്ലോ. കാരണം പ്രണയത്തിൻ്റെ ഉന്മാദത്തിലിരിക്കുന്നവരെ കാമദേവൻ അയക്കാറില്ല. പ്രണയമില്ലാത്തവരെയോ പ്രണയത്തിൽ നിന്ന്, കാമുകരിൽ നിന്ന് അകന്നോ ഇരിക്കുമ്പോഴാണ് ഈ കുസൃതിക്കാരനായ കാമദേവൻ അമ്പയിക്കുന്നത്. നമ്മൾ കാമുകന്മാർ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ അയാൾ അമ്പയിക്കത്തില്ല. കാമദേവൻ അമ്പയിക്കുന്നത് ഒന്ന് കാമുകനും കാമുകിയും കൂടെ പിരിഞ്ഞിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പ്രണയം ഇല്ലാത്ത സമയത്ത് അമ്പയച്ച് കളയും. അപ്പോൾ മനസ്സിൽ പ്രണയം ഉണ്ടെങ്കിൽ അമ്പയക്കത്തില്ലല്ലോ. അപ്പോൾ രാധാറാണി ധ്യാനത്തിലിരുന്ന് കൃഷ്ണനുമായി ഒന്നാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അതുകൊണ്ട് കാമദേവന്റെ അമ്പുകൾ ഏക്കില്ല. അതായത് കാമദേവൻ അമ്പുകൾ അയക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സ്ഥലം വേണം, ഇല്ലേ? നമ്മളെ ഒരാൾ കല്ലെറിഞ്ഞാൽ ആ കല്ലേറിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എവിടെയെങ്കിലും പോയി അഭയം പ്രാപിക്കും. അതുപോലെ കാമദേവൻ അമ്പയച്ചപ്പോൾ ആ അമ്പുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി രാധാറാണി കൃഷ്ണനെ ധ്യാനിച്ച് കൃഷ്ണൻ തന്നോടൊപ്പം ഉണ്ട് എന്ന് കരുതി ഇരിക്കാൻ തുടങ്ങുന്നു. അത്രയ്ക്ക് അവശ നിലയിലാണ് കൃഷ്ണ. നീ രാധയെ കാണാൻ വരണമെന്നാണ് ഇവിടെ മിടുക്കിയായ തോഴി പറയുന്നത്. അങ്ങനെ പ്രണയം കൊണ്ട് രാധാറാണിയുടെ ദേഹം ചുട്ടുപഴുക്കുകയാണ്. യഥാർത്ഥത്തിൽ ജയദേവ കവി ഉദ്ദേശിക്കുന്ന അതാ. പ്രണയം കൊണ്ട് രാധാറാണിയുടെ ദേഹം ചുട്ടുപഴുക്കുകയാണ്. അത് ചന്ദനം തേച്ചിട്ടും തണുക്കുന്നില്ല, പൂനിലാവേറ്റിട്ടും തണുക്കുന്നില്ല, മലയപർവ്വതത്തിൽ നിന്ന് വരുന്ന കാറ്റേറ്റിട്ടും തണുക്കുന്നില്ല എന്ന് മാത്രമല്ല, പ്രണയ ചൂടിൽ തിളയ്ക്കുകയാണ്. സാധാരണഗതിയിൽ ചന്ദനം തണുക്കണം, ചന്ദ്രന്റെ പൂനിലാവ് തണുപ്പാണ്, കാറ്റ് തണുപ്പാണ്.
പക്ഷെ പ്രണയച്ചൂടിരിക്കുമ്പോൾ ഇതൊന്നുമേറ്റാൽ ദേഹം തണുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായ? ഇവിടെ മനസ്സിജ വിശിക ഭയാത് ഉൽപ്രേക്ഷാലങ്കാരമാണ്. പിന്നെ ഇതിനകത്ത് രൂപകാലങ്കാരവും വിരോധാഭാസവും ഉണ്ട്. പിന്നെ നമ്മൾ ഗ്രാമർ പഠിക്കാനല്ലല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ വായിച്ചു തരാം, നോക്കേ. അപ്പോൾ ഇതിനകത്ത് യഥാർത്ഥത്തിൽ പറഞ്ഞത് മനസ്സിലായല്ലോ. രാധാറാണിയുടെ തോഴി കൃഷ്ണൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, കൃഷ്ണ, രാധാറാണിയുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. ചന്ദനത്തെ പോലും രാധാറാണി ഭയക്കുകയാണ്. ഈ ചന്ദനത്തിൻ്റെ തണുപ്പടിക്കുമ്പം വിരഹവേദന വരുന്നു. രാധാജിക്ക് ചന്ദ്രൻ്റെ പൂനിലാവേക്കുമ്പോൾ വിരഹവേദന വർദ്ധിക്കുന്നു. മലയപർവ്വതത്തിലെ കാറ്റാകട്ടെ വിഷം പോലെ ശരീരത്ത് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് കൃഷ്ണ, നീ ഇല്ലാതെ രാധയ്ക്ക് വയ്യ. എത്രയും പെട്ടെന്ന് വന്ന് നീ രാധാറാണിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം, വിരഹവേദന അകറ്റണം. ഇതാണ് ഇതിൻ്റെ സാരം. രാധയുടെ തോഴി, രാധാജിയുടെ തോഴി പറയുന്നതാണ്. അപ്പം നിന്ദതി ചന്ദന, ചന്ദനത്തെ നിന്ദിക്കുന്നു രാധാജി. ഇന്ദുകിരണം, ചന്ദ്രരശ്മി, അനുവിന്ദം അനുഭവിക്കുന്നു. പൂനിലാവ്, ചന്ദ്രൻ്റെ രശ്മിയായ പൂനിലാവ് അനുഭവിച്ചപ്പോൾ ഖേദം, വിഷമം വരുന്നു കൃഷ്ണൻ അടുത്തില്ലാത്തതിൽ. അധീരം, തൻ്റെ ധൈര്യം പോകുന്നു. ഇനി വ്യാളനിലയ, സർപ്പങ്ങളുടെ വാസസ്ഥലമായ ഇളനേന, ആ സർപ്പങ്ങളോട് കൂടിച്ചേർന്ന ഗരള, വിഷമുള്ള. ഇവ കലയതി മലയ സമീരം, മലയ പർവ്വതത്തിൽ നിന്ന് വരുന്ന കാറ്റ് പാമ്പുകൾ വസിക്കുന്ന ചന്ദനപർവ്വതത്തിൽ തട്ടി വരികയാണ്. അങ്ങനെ തട്ടി വരുന്നത് കൊണ്ട് ദേഹം മുഴുവൻ വിഷം വ്യാപിക്കുന്നു. സാ, അതുകൊണ്ട് കൃഷ്ണ, അവളെന്ന് പറഞ്ഞ രാധ, വിരഹേ തവദീന, വിരഹം കൊണ്ട് വിലപിക്കുകയാണ്. മാധവ, കൃഷ്ണ, നിന്നെ ഓർത്ത്. മനസ്സിജ, കാമദേവൻ, വിശുക, കാമദേവൻ്റെ അസ്ത്രത്തെ, ഭയാദിവ, ഭയന്നിട്ട്, ഭാവനയാ തൊയിലീന, സമാധി, ധ്യാനത്തിലെത്തി നിന്നിൽ ലയിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള രാധയെ നീ കണ്ടില്ലെന്ന് നടിക്കരുത് കൃഷ്ണ. വേഗം നീ രാധാറാണിയുടെ അടുക്കൽ വന്ന് രാധാജിയുടെ വിരഹവേദന മാറ്റൂ എന്ന് മിടുക്കിയായ തോഴി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഇതിന് ശേഷം ഈ വീഡിയോ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതിനകത്ത് അർത്ഥങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. എന്നോട് പ്രാർത്ഥിച്ചോ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. യമുനാ തീര വാനീര നികുഞ്ചേ മന്ദമാസ്തിതം പ്രാഹ പ്രേമഭരോദ്ഭ്രാന്തം മാധവം രാധികാ സഖി. നിന്ദിതി ചന്ദന ഇന്ദുകിരണമനു വിന്ദതി ഖേദമധീരം വ്യാളനിലയ മിളനേന ഗരളമിവ കലയതി മലയ സമീരം. സാവിരഹേ തവ ദീന മാധവ മനസിജ വിശിക ഭയാദിവ ഭാവനയാ തൊയിലീന.
രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ വൃന്ദാവനം നീ മറന്നോ മധുരയെ നീ മറന്നോ വൃന്ദാവനം നീ മറന്നോ മധുരയെ